السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وبهمزة القرار عم المصطفى أسد لله سيد الشهداء رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇൻഷാ അല്ലാഹ് നമ്മളിപ്പം നമ്മുടെ 10ാമത്തെ ക്ലാസ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് എടുക്കാനുള്ളത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദ. ഇവിടെ വരെ നമ്മൾ എടുത്തു. ഇനി എടുക്കാനുള്ളത് വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം ഫനജാ മിനർ റദാ എന്നുള്ള ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. വസ്തഗാസ ബിഹി, ആ തിരുനബിയെ കൊണ്ട്, ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ആര്? നൂഹുൻ അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. എന്നിട്ടോ ഫനജാ മിനർ റദാ, അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് ആ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ കൊണ്ട് സഹായാഭ്യർത്ഥന നടത്തുകയും വലിയ പ്രയാസമുണ്ടായ സമയത്ത് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ആര് പറയുന്നത്? മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവിടെ വസ്തഗാസ, ഇസ്തിഗാസ എന്ന് പറയും, സഹായാഭ്യർത്ഥന നടത്തുക. മഹാന്മാരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. എന്ത്? തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം, അല്ലേ? തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. ഇവിടെ അതാ രണ്ടാമത് ഇസ്തിഗാസ, അതാരാണ് നടത്തിയത്? നൂഹ് നബി അലൈഹിസ്സലാം. അപ്പോൾ മനസ്സിലാകുന്നത് എന്താ? ഇസ്തിഗാസയും തവസ്സുലും എല്ലാം ദീനിലുള്ളതാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നബിമാർ ഇതാണല്ലോ. സൈന്തി മഖ്ദൂം തങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, പകരം വെക്കാൻ കഴിയാത്ത പണ്ഡിതനാണ്. ആ പണ്ഡിതനായ സൈന്തി മഖ്ദൂം തങ്ങൾ പറയുന്നു വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം. കണ്ടോ, ഇസ്തിഗാസ നടത്തി. ഇത് പറയാനുള്ള കാരണം ചിലപ്പോൾ ചിലർക്ക് തിരുന്നോളന്നില്ല. അഥവാ മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കമാണ് ഇസ്തിഗാസ, തവസ്സുൽ എന്ന് പറയുന്ന വിഷയം. ഇതെല്ലാം ഷിർക്കാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതല്ല എന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് ഇമാമുകൾ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഇമാമുകൾ ഇതിന് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരാനുള്ള ലക്ഷ്യം കൂടി മഖ്ദൂം നമുക്ക് ഇവിടെ ഉണ്ട്. വസ്തഗാസ ബിഹി, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. ആര്? നൂഹ് നബി അലൈഹിസ്സലാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ വിശദീകരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകൂല, ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചോളന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കേൾക്കാത്തത്. അപ്പോൾ നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യാം. മഹാന്മാരെ തവസ്സുലാക്കി മുൻനിർത്തി പ്രാർത്ഥിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായം തേടിയപ്പോൾ അല്ലാഹു തആല രക്ഷ നൽകിയെന്നാണ് പറഞ്ഞത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുകയാണെങ്കിൽ 50ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുന്നത്. നീണ്ട 950 വർഷക്കാലം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരാണ്. പക്ഷേ അവരാരും നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതിനെ സ്വീകരിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നൊരു സൂക്തമുണ്ട്, വരിയുണ്ട്, ആയത്തുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബേ, രാപ്പകൽ വ്യത്യാസമില്ലാതെ എൻ്റെ ജനതയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. റബ്ബേ, എൻ്റെ ക്ഷണം അവരെ കൂടുതൽ അകറ്റുകയാണ് ചെയ്തത്. അല്ലാഹുവേ, എന്നോട് നിൻ്റെ അടിമകൾ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്ന് നീ കാണുന്നുണ്ടല്ലോ പഠിച്ചോനെ. നിൻ്റെ അടിമകളെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അല്ലോ, അങ്ങനെയൊന്നുമില്ല, അതല്ല നിനക്കൊരു അങ്ങനെ ഉദ്ദേശമില്ലെങ്കിൽ എനിക്ക് നീ ക്ഷമ നൽകണം റഹ്മാനെ. നീ വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ യാ റബ്ബി അല്ലാ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. ഇപ്പോൾ വിശ്വസിച്ച കുറഞ്ഞ ആളുകളെ അല്ലാതെ വേറൊരാളും നിൻ്റെ ജനതയിൽ നിന്നും വിശ്വസിക്കുകയില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്താണ് പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല ഇവരെ അറിയിക്കുകയാണ്. അവർ പല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അതൊന്നും കണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിനോട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 950 വർഷക്കാലം ദഅവത്ത് നടത്തുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂട്ടത്തിലുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുള്ളത്. തൻ്റെ ജനത വിശ്വാസികളാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ആ പ്രാർത്ഥനയെ സ്വീകരിക്കുകയും ചെയ്തല്ലോ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് കപ്പൽ നിർമ്മിക്കേണ്ട രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം കപ്പൽ നിർമ്മിച്ച് നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വാസികളും പിന്നെ ഓരോ ജീവിവർഗത്തിൽ നിന്നും ഓരോന്നിനെയും കൂട്ടുകയാണ്. ഓരോ ആണിനെയും ഓരോ പെണ്ണിനെയും കൂട്ടി കപ്പലിൽ കയറ്റി. വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ എണ്ണം 8 അല്ലെങ്കിൽ 48 80 എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ടോ. അപ്പോൾ
ഓരോ വിശ്വാസികളെയും ഇങ്ങനെ ഓരോ വർഗത്തിൽപ്പെട്ട ഓരോ ജീവജാലങ്ങളെയും ആണിനെയും പെണ്ണിനെയും എന്താക്കി, ഓരോന്നിനെയും കൂട്ടി, ഓരോ ജോഡികളെ കൂട്ടി. ശേഷം അള്ളാഹു തആല ശക്തമായ മഴ അവിടെ വർഷിപ്പിക്കുകയാണ്. പർവ്വതങ്ങളുടെ മുകളിൽ വരെ വെള്ളം കയറിപ്പോയില്ലേ, അമ്മാതിരി വെള്ളപ്പൊക്കം. അവിശ്വാസികളെല്ലാം ചത്തൊടുങ്ങി. 6 മാസക്കാലം വരെ ആ കപ്പൽ കര കാണാതെ കടലിലൂടെ കറങ്ങി നടക്കുകയാണ്. അവസാനം ജൂതി പർവ്വതത്തിൽ നൂഹ് നബി അലൈഹി സ്വലാമും ജനതയും ഇറങ്ങുന്നു. ശത്രുക്കളെ കൊണ്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തൻസുറനി അലൈഹി ബിനൂരി ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഫീ സുൽബി. റബ്ബേ, എൻ്റെ മുതുകിൽ നിലകൊള്ളുന്നതായ നിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെതിരെ നീ എന്നെ സഹായിക്കണമേ അല്ലാഹ്. വലിയ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചപ്പോഴാണ്. ആലോചിച്ചോക്കല്ലേ, എന്താ മഹാന്മാരായ വലിയ വലിയ അമ്പിയാക്കൾ വരെ ആ തങ്ങളുടെ നൂറിനെ കൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.